വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്റെ കിച്ചൺ ടൂർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ കിച്ചൺ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പൊ എല്ലാവർക്കും എന്റെ കിച്ചണിലേക്ക് സ്വാഗതം. വളരെ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം എൻ്റെ കയ്യെത്തുന്ന ദൂരത്തുണ്ട്. നമ്മൾ കിച്ചൺ ഡോറിലൂടെ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഫ്രിഡ്ജ് ഞാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജും ഫ്രീസറും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കബോർഡായിട്ട് ഇനി തുറന്ന് കാണാം. ഓക്കെ, അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഫുഡ് ക്യാബിനറ്റ്. കണ്ടോ, ഞാൻ ഇതുപോലെയാണ് എൻ്റെ ഫുഡ് ക്യാബിനറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 തട്ടുണ്ടല്ലോ, അത് ഞാൻ കൂടുതലും എപ്പോഴും ഉപയോഗിക്കാതെ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാം. ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാസ്ക്കറ്റിലായിട്ടാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ നിരത്തി വെക്കുന്നതിനേലും നല്ലത് ഇങ്ങനെ ബാസ്ക്കറ്റിലായിട്ട് ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പമായിട്ട്. മസാലപ്പൊടികളൊക്കെ ഇതിൻ്റെ അകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ എടുത്താൽ മതിയാവും. പിന്നെ പൊടി ഐറ്റംസ് ഒക്കെ ഞാൻ ഈ ബക്കറ്റിൽ ഇട്ട് വെക്കും. അതുപോലെ തന്നെ എൻ്റെ കുന്തിരിക്കം, സാമ്പ്രാണി, അതുപോലെ എസെൻഷ്യൽ ഓയിൽസ്, ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. സ്പൈസസ് എല്ലാം ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ്, നമുക്ക് ഒരുപാട് കുഞ്ഞു കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കണ്ടെയ്നറൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. നമ്മളിത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കബോർഡിൽ നമ്മളിത് ഒരു സാധനം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഫുഡ് കളറ്, എസൻസ്, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലൊരു ട്രേയിലായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, അതുപോലെ എൻ്റെ പരിപ്പ് പയർ ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ കുപ്പികളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്കിങ്ങനെ കടയിൽ നിന്ന് തന്നെ മേടിക്കുന്ന കുപ്പികൾ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ ഒരേപോലത്തെ കുപ്പികളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഇതുണ്ട്, പഴയ ഹോർലിക്സിൻ്റെ കുപ്പി, അതുപോലെ കോഫി പൗഡറിൻ്റെ കുപ്പി, മയണൈസിൻ്റെ കുപ്പിയൊക്കെയാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിനകത്ത് പരിപ്പ് പയർ ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യുമല്ലോ. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ടിന്നിൽ കൊള്ളാതെ ബാക്കി വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇങ്ങനത്തെ കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം ഇതിൽ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ മതി, എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഫില്ല് ചെയ്യാം. അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ വെക്കുന്നത് താഴത്തെ തട്ടിലായിട്ടാണ്. അപ്പം നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ടൊക്കെ എളുപ്പമുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട സവാള, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഈ ഷെൽഫിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഫുഡ് ക്യാബിനറ്റ് ഉള്ളത് കേട്ടോ. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതെ, ഞാൻ ഇവിടെ ഒരു മണി പ്ലാന്റ് ഒരു കോപ്പറിൻ്റെ പോട്ടിൽ ഇത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഉണ്ടോ, അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഞാൻ പെപ്പ് ഹോമിൽ നിന്നാണ് കേട്ടോ ഈ സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ക്ലിംഗ് ട്രാപ്പ് ഞാനിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ. കാരണം നല്ലതായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതലും ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈലിലും നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കെറ്റിൽ ഇവിടെ ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അതുപോലെ ഞാൻ എൻ്റെ ടീയും ഷുഗറും ഒക്കെ ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ നെക്സ്റ്റ് കബോർഡിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അത്യാവശ്യം വേണ്ട മുളക് പൊടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിരത്തി വെച്ചാൽ എല്ലാം കാണാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ
നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ ടിന്നുകളും നമുക്കെല്ലാം കാണാനായിട്ടും എടുത്ത് യൂസ് ചെയ്യാനായിട്ടും നല്ല എളുപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നോക്കിയേ, എൻ്റെ മെഡിസിൻസ് എല്ലാം ഞാൻ കിച്ചണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു ബാസ്ക്കറ്റിലാക്കിയാണ് എൻ്റെ മെഡിസിൻ എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് എളുപ്പമുണ്ട്. ഞാനിത് എന്തെങ്കിലും ഒരു മെഡിസിൻ ആവശ്യമുള്ള സമയത്ത് ഞാൻ ആ ബാസ്ക്കറ്റിങ് എടുത്താൽ മതിയാവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൗ കേട്ടോ. അപ്പോൾ സ്റ്റൗവിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന കബോർഡാണ് കാണാൻ പോകുന്നത്. കണ്ടോ, ഞാനൊരു ഓയിൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എപ്പോഴും വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, ഗ്ലാസ് ക്ലീനർ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നറിയോ? ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കണതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ സ്റ്റൗ ടോപ്പ് ഉണ്ടല്ലോ, ഇത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിയുമ്പോഴും ഞാൻ ഇത് സ്പ്രേ ചെയ്തിട്ടാണ് ഞാനിത് വൈപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇത് ഇവിടെ തന്നെയായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എപ്പോഴും എടുക്കാതെ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ അതിൻ്റെ പൊക്കത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. എൻ്റെ അത്യാവശ്യം വേണ്ട നൈഫൊക്കെ ഞാനിവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കബോർഡിൽ. നെക്സ്റ്റ് കബോർഡിലോട്ട് പോകുമ്പോൾ ഞാനൊരു പ്ലേറ്റ് എല്ലാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും താഴത്തെ തട്ടിലായിട്ട് വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഈ സ്റ്റാൻഡും ഞാൻ പെപ്പ് ഹോമിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. കണ്ടോ, ഇതുപോലെ ഞാൻ എൻ്റെ പ്ലേറ്റ്സ് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറെല്ലാം ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. അപ്പം താഴേക്ക് ഓരോ പ്രാവശ്യം ആവശ്യമുള്ളപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് താഴേക്ക് എടുക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് എടുക്കും, ഇവിടെ കുത്തും ഉപയോഗിക്കും, തിരിച്ചു കയറ്റി പുറത്തേക്ക് വയ്ക്കും. അതായത് കൗണ്ടർ ടോപ്പിൽ ഞാനൊന്നും വെക്കാറില്ല. കാരണം എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഈ കിച്ചണിൽ ഒരുപാട് സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. അതായത് കണ്ടോ, ഇതുപോലെ പ്ലാസ്റ്റിക് സ്റ്റോർ ചെയ്യാനുള്ളൊരു സാധനമാണ് കേട്ടോ. അത് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനകത്താണ് എൻ്റെ ഗാർബേജ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ഈ സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ എൻ്റെ പ്ലേറ്റുകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ സിങ്ക്, പാത്രം കഴുകി വെക്കുന്ന സാധനം. ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഒരു ക്ലോക്കും അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു സ്റ്റാൻഡും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കറിവേപ്പിലേക്ക് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രൂമും ഇതെല്ലാം ഞാൻ ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനൊരു സ്പേസ് ഉണ്ട്, അവിടെയായിട്ട് ഞാനിങ്ങനെ ഹാങ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഈ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചെയറിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്നായിരിക്കും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നത്, ഇവിടെ വെച്ചായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു ചെയർ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡ് ഞാൻ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഗ്ലാസിൻ്റെ കട്ടിംഗ് ബോർഡാണ്. അത് ഞാൻ ഇവിടെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കപ്പുകളെല്ലാം ഞാൻ ഇതുപോലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ കപ്പുകളൊക്കെ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ താഴെയുള്ള ഏരിയ നമുക്കപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈൻ ഗ്ലാസ്സൊക്കെ നമുക്ക് തൂക്കിയിടാനായിട്ടുള്ള സ്റ്റാൻഡുകളും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ, പുതിയ മോഡൽ കിച്ചൺ അല്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള സ്റ്റാൻഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രേയും ഒക്കെ വെക്കാനായിട്ട് ഞാനവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ടേമൂന്ന് മേടിച്ചതാണ്. ടേമു ആപ്പിൽ നിന്നാണ് അത് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ക്യാബിനറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ താഴത്തെ കബോർഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തായിട്ട് ഞാൻ എൻ്റെ എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്, കോഫി മെഷീൻ, അതുപോലെ ജ്യൂസർ,
അങ്ങനെയുള്ള എല്ലാ മെഷീൻസും ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തങ്ങ് ഉപയോഗിക്കുക. അപ്പോൾ ഇനി ഇപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള ക്യാബിനറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ മുകളിലായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ തന്നെ താഴത്തെ ലെയറിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. കാരണം അങ്ങോട്ട് കൈയെത്താനായിട്ട് ബുദ്ധിമുട്ടില്ല. ഏറ്റവും മുകളിലത്തെ ലെയറിലിരിക്കുന്നത് മുഴുവനും നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് കേട്ടോ. എൻ്റെ കട്ട്ലറി ഐറ്റംസൊക്കെ ഞാനിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള കുറച്ച് ടൂൾസൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഓവൺ ഇതാണ് കേട്ടോ. അപ്പോൾ ഓവണിൻ്റെ താഴെയായിട്ട് ബേക്കിങ്ങിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഓവണിൻ്റെ താഴെയുള്ള ഡ്രോയിലാണ് വെച്ചിരിക്കുന്നത്. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള പോട്ടുകൾ, കാസ്റ്റ് അയണിൻ്റെ പോട്ടുകൾ, അതെല്ലാം ഞാനിവിടെ താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റീലിൻ്റെ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം, സ്റ്റീലിൻ്റെ ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഞാനിവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റാൻഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് ഞാനിങ്ങനെ എൻ്റെ കുറച്ച് കാസ്റ്റ് അയണിൻ്റെ ഫ്രൈയിങ് പാൻ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രൈയിങ് പാനൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമുക്ക് കോർണറുകൾ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കോർണറിലായിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഗ്യാസ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ സിങ്കിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ക്യാബിനറ്റിൽ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ. കണ്ടോ, 3 ലെയറായിട്ട് വെക്കാം. കാരണം അതിൻ്റെ പുറകിലായിട്ടാണ് ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം നമുക്ക് ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രൈയിങ് പാൻസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ക്ലീനിങ് സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോങ് വ്യൂവിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉപ്പ് പാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് കണ്ടോ, ഇത് കാസ്റ്റ് അയണിൻ്റെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാനുള്ളൊരു സംഭവം ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ, എൻ്റെ കുന്തിരിക്കം പോക്കാനുള്ള, കുന്തിരിക്കൊക്കെ ഞാൻ പോക്കുന്ന ഒരു ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ. ഇത് റിയൽ പ്ലാന്റാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ കുഞ്ഞു കിച്ചൺ ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.